നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥിന്റെ മരണം നിഗൂഢതകൾ. വയനാട് വെറ്റിനറി കോളേജിൽ നടന്നത് എന്താണ്? പരസ്യ വിചാരണയോ അതോ SFI പ്രവർത്തകരുടെ റാഗിംഗ് എന്ന പേരിൽ നടന്ന സംഘം ചേർന്നുള്ള മർദ്ദനമോ? ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-നായിരുന്നു സഹപാഠികളുടെ ശാരീരികവും മാനസികവുമായ പീഡനത്തെ തുടർന്ന് ഹോസ്റ്റൽ ബാത്റൂമിൽ നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. കഴുത്തിൽ പൈപ്പിനടിച്ച ചതവും കയറിട്ട് മുറുക്കിയ പാടും വ്യക്തമായിരുന്നു. സഹപാഠികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വാലന്റൈൻസ് ദിനത്തിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് സിദ്ധാർത്ഥിനെ സീനിയേഴ്സും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വെറ്റിനറി സയൻസ് ബിരുദ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ്. പഠനത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. പലപ്പോഴും ക്യാമ്പസിൽ ഏകാഗിയായി കാണപ്പെട്ട അവൻ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി കണ്ടെത്തണമെന്ന സ്വപ്നം മുന്നിൽ കണ്ടായിരുന്നു പലരിൽ നിന്നും അകൽച്ച സൂക്ഷിച്ചത്. എന്നാൽ സുഹൃത്തുക്കളും സീനിയേഴ്സും നിരന്തരം റാഗിങ്ങും മാനസിക പീഡനവുമായി എന്നും അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹോസ്റ്റൽ റൂമിലെത്തുന്ന അവനെ സീനിയേഴ്സ് നിരന്തരം ശല്യം ചെയ്യുന്നതും പതിവായിരുന്നു. എന്നാൽ അതിൽ നിന്നും ഒഴിഞ്ഞുമാറി ക്യാമ്പസിലെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതും അത് പങ്കുവെക്കുന്നതും ഒരു ഹോബിയായി സിദ്ധാർത്ഥ് സൂക്ഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് വാലന്റൈൻസ് ദിനത്തിൽ ഹോസ്റ്റലിൽ ആഘോഷങ്ങൾ ആരംഭിച്ചത്. അന്നേ ദിവസം മദ്യപിച്ചെത്തിയ സീനിയർ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ മാനസികവും ശാരീരികവുമായി ഉപദ്രവിക്കുകയായിരുന്നു. ടീഷർട്ടിന്റെ കോളറിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചിട്ടായിരുന്നു ഉപദ്രവത്തിന്റെ തുടക്കം. ശാരീരിക ഉപദ്രവം സഹിക്കാതെ പിറ്റേ ദിവസം വാർഡന് പരാതി നൽകിയെങ്കിലും വാർണിംഗ് നൽകിയ ശേഷം അദ്ദേഹം അവരെ വെറുതെ വിടുകയായിരുന്നു. തുടർന്ന് ഹോസ്റ്റൽ മുറിയിലെത്തിയ അവർ സിദ്ധാർത്ഥിന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളെ തന്നോടൊപ്പം കൂട്ടി സിദ്ധാർത്ഥിനെ ഒറ്റപ്പെടുത്തി അവൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു പോരുകയായിരുന്നു. ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണ ചെയ്തത്. 130ഓളം വിദ്യാർത്ഥികളുള്ള ഹോസ്റ്റലിൽ എല്ലാവരും നോക്കി നിന്നു. ഒരാൾ പോലും ആക്രമണം തടയാൻ ചെന്നില്ല. ഇത് സിദ്ധാർത്ഥിനെ തളർത്തി. അടുത്ത സുഹൃത്തുക്കൾ പോലും സിദ്ധാർത്ഥിനെ രക്ഷിക്കാൻ നോക്കിയില്ല. ക്രൂരമർദ്ദനത്തിന് ശേഷം മനോവിഷമത്തിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. 3 മണിക്കൂർ നീണ്ട പീഡനം. അതുകഴിഞ്ഞ് സിൻഡോ ജോൺസൺ എന്ന സീനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വിവരം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ല എന്നായിരുന്നു ഭീഷണി. ഇതാണ് ആരും സഹായത്തിന് എത്താതിരുന്നതും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും ഒരുങ്ങാത്തതിനു പിന്നിൽ. അതോടെ ശാരീരികവും മാനസികവുമായി തളർന്ന സിദ്ധാർത്ഥൻ ഒരു കയറിൽ ജീവനൊടുക്കി. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും തല്ലിച്ചതച്ചുകൊണ്ട് തേങ്ങലടങ്ങാതെ ആ കുടുംബം സിദ്ധാർത്ഥനെ ഏറ്റുവാങ്ങി. മകൻ്റെ ഫോൺ വിളിക്കായി കാതോർത്തിരിക്കുന്ന അമ്മയുടെ അടങ്ങാത്ത തേങ്ങലുകളാണ് ഇന്ന് ആ മുറിയിൽ മുഴങ്ങുന്നത്. ഘാതകരായ അവർക്കുമില്ലേ കുടുംബം? അവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി?